നമസ്കാരം സർ. ചെറിയ കുട്ടികൾക്കാണ് ദൈവങ്ങളുമായിട്ടൊക്കെ വളരെ കണക്ഷൻ ഉള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൈവം കേൾക്കും, എല്ലാം നടക്കുമെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കുണ്ടായ സംശയമാണ്, ഈ ദൈവങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അപകടം പറ്റിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ പീഡനങ്ങൾ തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അത് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ ദൈവം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാതിരുന്നത്? ഈ അതിന് ചോദിച്ച ചോദ്യത്തിനകത്ത് കുറേ ആളുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. ഇതിൽ ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. മനസ്സിലായി? അപ്പം ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവർ, അതായത് ഒരു സ്പിരിച്വാലിറ്റി ഒപ്പോസ് ചെയ്യുന്നവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കൂട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന സാധനം എടുത്തു തരുന്ന ഒരു സംഭവമാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. അതായത് അവരവരുടെ ഉള്ളിലുള്ള ഒരു എനർജി പവറിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. തത്വമസിയാണ്. നമ്മുടെ ഉള്ളിലുള്ള എന്താണോ നമ്മളെന്താണോ, നമ്മൾ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള എന്നോടുള്ള ചോദ്യമാണ് ദൈവം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ സയൻസ്, അതിലേക്ക് വരാം. നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, അല്ലെ നമ്മളൊരു രൂപാന്തരം കൊടുത്തിട്ടുള്ള സയൻസ് പുറം ലോകത്തെപ്പറ്റി, അതായത് നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നിർവചിച്ചിട്ടുമുണ്ട്, എല്ലാത്തിനെപ്പറ്റി മേക്ക് ചെയ്തിട്ടുണ്ട്. കാണുന്ന എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ഓക്കെ, അതിനെല്ലാം ഒരു സയൻറ്റിഫിക്കായിട്ട് പ്രൂവും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എങ്ങും നിർവചിച്ചിട്ടില്ല. ഉണ്ടോ? അതിനെയാണ് ഈ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, നമ്മുടെ ജീവൻ എന്താണ് എന്ന് ഏതൊരു ലാബിലും മെഷർ ചെയ്യാൻ പറ്റും. അല്ലെ നമ്മുടെ ഇപ്പം നമ്മൾ രണ്ടുപേര് തമ്മിൽ ഉള്ള വികാരങ്ങൾ എന്ന് പറയുന്നത് സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ ദേഷ്യമുണ്ട്, ഇല്ലെങ്കിൽ ബഹുമാനമുണ്ട്. ഇതൊക്കെ ഏത് ലാബിൽ മെഷർ ചെയ്യാൻ പറ്റും? വേൾഡിൽ എവിടെയെങ്കിലും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി നിർവചിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന നിർവചിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്തുന്ന മേഖലയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിലൂടെ അതിനെ നിർവചിക്കാൻ പറ്റും. അപ്പം പണ്ട് നമ്മൾ വിശ്വാസം ആയിരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഇംപ്ലിമെൻ്റ് ആയി വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് സയൻസിൻ്റെ പരിവേഷം നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടായി ഇപ്പോഴും. അപ്പം അതിന് ശേഷം എന്തെങ്കിലും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പം പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരത്തില്ല. പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് നമ്മളിപ്പം വെച്ചിരിക്കുന്ന സയൻസിൻ്റെ ചട്ടക്കൂടിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത്, ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ജന്മം എടുക്കുമ്പോൾ അത് ചിലപ്പം കാലാന്തരത്തിൽ പല ജന്മങ്ങളും കഴിഞ്ഞിട്ടായിരിക്കാം. എന്തായാലും ഒരു ജീവനാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ജീവൻ പല രൂപത്തിലോ പല ഭാവത്തിലോ പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം വരുന്നത്. അപ്പോൾ ചെയ്തിരുന്നതിൻ്റെ ബാലൻസ് ജീവിതമാണ് ജീവിച്ചു തീർക്കാനുള്ളത്. അപ്പോൾ ബാലൻസ് ജീവിതമാണ് ജീവിച്ചു തീർക്കാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം ആയുസ് കാണത്തുള്ളായിരിക്കും, ചിലപ്പോൾ 2 മാസമേ കാണത്തുള്ളായിരിക്കും, ചിലപ്പോൾ 2 വർഷമേ കാണത്തുള്ളായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് ജീവിച്ചു കഴിഞ്ഞാൽ ആ ജീവന് അതായത് ആ ഒരു എനർജിക്ക് ജീവനായിട്ട് ഭൂമിയിൽ നിൽക്കേണ്ട സമയം കഴിയുമ്പോൾ അത് പോയി. അതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഒന്നും ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഈ കാര്യങ്ങളൊന്നും. ഒരു കാരണമല്ല ഇതിനെല്ലാത്തിനും കാരണം ഒന്ന് മാത്രം ആയിരിക്കത്തില്ല, പലതായിരിക്കും. പിന്നെ ആദ്യം എന്നോട് ചോദിച്ചല്ലോ, ഈ കൊച്ചുകുട്ടികൾ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പെട്ടെന്ന് കാരണം അതെന്ന് പറയുന്നത് കളങ്കം പഠിച്ചു വരുന്നതേ ഉള്ളൂ. കളങ്കമില്ലാത്ത മനസ്സാണ്. അത് ഡയറക്റ്റ്, അത് പൂർണ്ണ വിശ്വാസമാണ്. ആ അന്ധമായ വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല, അന്ധമായ വിശ്വാസം. ഒരെണ്ണത്തിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ അന്ധമായ വിശ്വാസം എന്ന് പറയാം. അന്ധവിശ്വാസം വേറെയാണ്. അപ്പോൾ ഈ അന്ധമായ വിശ്വാസത്തിൽ കുട്ടികൾ അത് ദൈവം തന്നെയാണ് എന്ന് വിശ്വസിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നടക്കുകയും ചെയ്യും. അഹം ബ്രഹ്മം എന്ന രീതിയിൽ അതെ, പ്രപഞ്ചം ആ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കും എന്ന രീതിയാണ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരത്തില് നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ വിശ്വസിച്ച് വരുന്ന സമയത്തും ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ആരെയും ദ്രോഹിക്കുന്ന ആളല്ല, എന്നിട്ടും എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിത്യം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല, ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, വഴിപാടുകൾ കഴിക്കുന്ന ആളാണ്, എല്ലാവർക്കും അന്നം നൽകുന്ന ആളാണ്, പക്ഷേ എൻ്റെ ലൈഫ് നോക്കുമ്പോൾ
ഇനി ഇതൊന്നും അതിൻ്റെ ഒന്നും ഒരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. അപ്പോഴാണ് പലരും ഈ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദൈവത്തിൽ നിന്നും ഒക്കെ അകന്ന് ഇനി മുതൽ ഞാൻ എത്തിയസ്റ്റായി മാറുക എന്ന് പറയുന്നത്, പല എത്തിയസ്റ്റുകളുടെ കഥയും ഞാൻ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം വെച്ചിട്ടാണ് അവർ എത്തിയസ്റ്റായി മാറുന്നത്. അവരോട് ഈ പറഞ്ഞ ആളുകളോടൊന്ന് ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചറിയാൻ പറ്റിയേക്കും, അതായത് പേരൻസിൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ അവരോട് എങ്ങനെ ഈ പറയുന്നവർ പെരുമാറുന്നുണ്ടെന്നുള്ളത് അറിയാം. അതായത് നമ്മുടെ പേരൻസ്, നമ്മൾ ജീവിക്കാൻ, ഇവിടെ ജനിക്കാൻ കാരണമായത് നമ്മുടെ പേരൻസാണ്, അച്ഛനും അമ്മയും. അപ്പോൾ അച്ഛനും അമ്മമാരോട് നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോടു കൂടി അവരെ വിഷമിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 80% ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ഒരു മനുഷ്യ ജീവിതം ആകുമ്പോൾ എന്തായാലും അതിനകത്ത് വിഷമങ്ങളും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. അതില്ലാതിരിക്കത്തില്ല. ഇപ്പോൾ എപ്പോഴും നല്ലതായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നല്ലത് നമ്മൾ വിചാരിക്കുന്ന ആവണമെന്നില്ല നല്ലത്. നമ്മളിപ്പം ശരി, എനിക്ക് നാളെ ലോട്ടറി അടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങേയറ്റം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്നതോടുകൂടി ചിലപ്പോൾ നമ്മൾ പ്രശ്നത്തിലോട്ടായിരിക്കാവുന്നത്. മനസ്സിലാവും. ലോട്ടറി അടിച്ച് രക്ഷപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല, നമുക്ക് നല്ലതാവണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ ആദ്യം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത പുലർത്തുക എന്നൊരു അവസ്ഥയുണ്ട്. അതായത് ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ പോലും നമ്മളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും നമ്മളോട് ചെയ്യുന്ന തെറ്റാണത്. മനസ്സിലായി. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതിന് ഈ കർമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ചിലപ്പം നമുക്കൊരു കറക്റ്റ് റൂട്ട് പറഞ്ഞു തരാൻ ആളില്ലാത്തതിൻ്റെ പ്രശ്നം കാണുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ടാണ്, ഇല്ല നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുക, ഇല്ല ഈ രീതിയിൽ അല്ല ദിവസം രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു തന്നത്. സാർ പറഞ്ഞപ്പോൾ ഞാനൊരു ശ്രീകൃഷ്ണൻ്റെ ഒരു വാക്കാണ് ചിന്തിച്ചത്, ഒരു വാക്യം. അതാ ഒരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്കിപ്പോൾ കിട്ടാത്തതിനെ ആലോചിച്ച് നീ വിഷമിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നിനക്കത് തരാതിരുന്നത്. പക്ഷേ നിനക്കത് കിട്ടുന്നത് കൊണ്ട് നിനക്കതുകൊണ്ട് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിനക്കത് ഞാൻ തരാതിരുന്നത്. അത് ആലോചിച്ച് കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് നീ അകലുന്നില്ല. ആ ഒരു വാക്യമാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പ്രണയം തന്നെ ആയിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ വളരെ ഡീപ്പായിട്ട് ഒരാളെ പ്രണയിക്കുന്ന ഒരാളാണ്, പക്ഷേ ഏതോ സാഹചര്യത്തിൽ അയാൾ എന്നെ വിട്ടിട്ട് പോയി. അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാണ്, എന്നിട്ട് ദൈവം ഞങ്ങളെ പിരിച്ചല്ലോ എന്നായിരിക്കും ഞാൻ പറയുന്നത്. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കാം മേ ബി ആ പ്രണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലതായിരിക്കില്ല. അത് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കത് വിധിച്ചിട്ടില്ലാത്തത് കൊണ്ടോ ആയിരിക്കും എന്നിൽ നിന്ന് പോയത്. ആ ഒരു ചിന്ത, ഇതാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. ഇത് എത്ര പേര് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പലരും ഇത് ഡിപ്രസ്ഡ് ആയിട്ട് പോവാണ് പതിവ്. അതെ, അത് തന്നെയാണ് കാരണം. നമുക്ക് എന്താണ് നല്ലത് അത് നമ്മൾ തേടി വരും എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു കുഴപ്പം വരാൻ വഴിയില്ല. അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. ജീവിതത്തിൽ വേണ്ടത് മനസ്സമാധാനമാണ്. അപ്പോൾ ഇപ്പം അതല്ല, നമ്മളിപ്പോൾ ഒരു കാര്യത്തെ ഇറങ്ങി ആ കാരണം നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ഒഴിയാൻ നമ്മൾ ശ്രമിക്കുക. അത് ശരി, അത് നോർമലായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് സത്യസന്ധമെന്ന് തോന്നുന്ന രീതിയിൽ അത് മാറി. അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു കാര്യത്തിൽ ഇടപെട്ടു, മനസ്സിലാവും, വേറെ ആളുകൾ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളെന്തായാലും ഒരു മോശം ആവണമെന്ന് വിചാരിച്ചൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അത് അവിടെ വെച്ച് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് കാര്യം. അല്ലാതെ എനിക്കത് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല. എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആയി സാർ അത് പറഞ്ഞപ്പോൾ. എന്തായാലും ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, നല്ലൊരു കാലം വരുമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു വിശ്വാസം തന്നെയായിരിക്കും മേ ബി ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്.